ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നലെ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് ശേഷം ഈ ആഴ്ചത്തെ ആദ്യത്തെ ദിവസം വിപണി ഓപ്പൺ ചെയ്ത് നമ്മൾ വിചാരിച്ചത്ര മോശമായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ആദ്യത്തെ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ആദ്യത്തെ 30 മിനിറ്റിൽ ഒരു ക്രാഷിന് വിധേയമായ നിഫ്റ്റിയും സെൻസെക്സും മറ്റ് ഇൻഡെക്സുകളും പിന്നീട് റിക്കവറി കണ്ടെത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നലെ 24,470 വരെ ഒരവസരത്തിൽ ഉയർന്ന നിഫ്റ്റി അതിനുശേഷം അവസാന മണിക്കൂറുകളിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം 24,347 ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. 20 പോയിൻറ്റിൻ്റെ തകർച്ചയാണ് ഇന്നലെ നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയത്. സെൻസെക്സിൽ 56 പോയിൻ്റ് തകർച്ചയും. അതേസമയം ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി, അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് എന്നീ ഓഹരി സൂചികകളിൽ ഇന്നലെ നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവസാന മണിക്കൂറുകളിൽ വന്നിരിക്കുന്ന ചില വാർത്തകൾ ബ്ലൂംബർഗിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാനെ സപ്പോർട്ട് ചെയ്ത ചൈന എന്നുള്ള വാർത്തകൾ, അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട ഏവിയേഷൻ കമ്പനികൾ ഇറാനിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നു, ജർമ്മനിയുടെ ലുഫ്താൻസ അടക്കം ഉള്ളത് ചില ആശയങ്ങൾക്ക് വഴിവെളിച്ചു. അതിനാൽ അവസാന മണിക്കൂറുകളിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമായിട്ടാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് വരുന്നത് മാർക്കറ്റ് ഇന്നലെ അവസാനിച്ചതിന് ശേഷം വൈകുന്നേരം വന്നിരിക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ NSOയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ത്യക്ക് വന്നിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ആദ്യമായിട്ട് ഏകദേശം 59 മാസത്തിന് ശേഷം 2019 ശേഷം എന്ന് പറയാൻ നമുക്കൊരു അർത്ഥത്തിൽ 59 മാസത്തിന് ശേഷം ഇന്ത്യയിലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ CPI ഇൻഫ്ലേഷൻ 3.54% വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതായത് 3.7% എക്സ്പെക്റ്റേഷനാണ് ഇന്ത്യൻ മാർക്കറ്റിലെ ജൂലൈ മാസത്തെ ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നത്. അപ്പം എസ്റ്റിമേഷനേക്കാൾ താഴെ 3.7% എക്സ്പെക്റ്റ് ചെയ്ത ഇൻഫ്ലേഷൻ 3.54 വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം 7.44% നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. സോ RBIയുടെ ഒരു ടാർഗറ്റ് ആയിരുന്നു 4 to 6% ടാർഗറ്റ് ഇൻഫ്ലേഷൻ എന്നുള്ളത്. സോ 4% താഴെയായിട്ടാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഡാറ്റ തന്നെയാണ്. ഹൈ ബേസ് എന്ന് പറയുന്ന പ്രതിഭാസമാണ് ഇത് കാരണമെന്നാണ് പറയുന്നത്. അതിനെ കോർ ഇൻഫ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ 5 മാസത്തെ ഹൈയിലാണ്. 3.4%ലേക്കാണ് ഈ പറയുന്ന കോർ ഇൻഫ്ലേഷൻ വർദ്ധിച്ചിരിക്കുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ടെലികോം പ്രൈസസ് റിവൈസ് ചെയ്യുകയുണ്ടായി, അതുപോലെ തന്നെ ഹൈ ഗോൾഡ് പ്രൈസും. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് കോർ ഇൻഫ്ലേഷനിൽ വർധന വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. RBIയുടെ പ്രൊജക്ഷനേക്കാൾ താഴ്ന്ന്, RBIയുടെ പ്രൊജക്ഷൻ 4.4% ആയിരുന്നു ഈ ക്വാർട്ടറിൽ. അതിനേക്കാൾ താഴെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന മോണിറ്ററി പോളിസി മീറ്റിങ്ങുകളിൽ ഈ പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റം വരുത്താനുള്ള സാധ്യതകളാണ് ഇനി വിപണി ആരായുന്നത്. അതിനു പുറമെ ഫെബ്രുവരിയിൽ ഫാക്ടറി ഔട്ട്പുട്ട് IIP ഡാറ്റ വന്നിരിക്കുന്നത് കുറച്ച് അലാമിംഗ് ആണ്. കാരണം 4.2%ലേക്കാണ് ജൂണിൽ 6.2% ഉണ്ടായിരുന്ന ഫാക്ടറി ഔട്ട്പുട്ട് ഡാറ്റ ഇപ്പോൾ 4.2%ലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് ചെറിയ രീതിയിലെങ്കിലും നെഗറ്റീവായിരിക്കാം. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ജൂലൈ മാസത്തത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതേസമയം എന്തുകൊണ്ട് ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഫ്കോഴ്സ് മൺസൂൺ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ 6% എബോവ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ RBIയുടെ ഫുഡ് ഇൻഫ്ലേഷനിൽ വന്നിരിക്കുന്ന കുറവാണ് ഇൻഫ്ലേഷനെ താഴേക്ക് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാര്യം. കാരണം 9.36% ഫുഡ് ഇൻഫ്ലേഷൻ ജൂൺ മാസത്തിൽ അത് 5.42% കുറഞ്ഞിരിക്കുന്നു. ഈ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഫുഡ് ഇൻഫ്ലേഷനിൽ വന്നിരിക്കുന്ന കുറവുകളാണ് ഓവറോൾ ഇൻഫ്ലേഷനെ താഴേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതേസമയം ഫുഡ് ഇൻഫ്ലേഷൻ എല്ലാ ഫുഡുകളും പ്രൈസ് ഇൻഫ്ലേഷൻ ഡിഫ്ലേറ്റഡ് ആയിരുന്നില്ല. നേരെ മറിച്ച് എഗ്ഗ്, അതുപോലെ തന്നെ മിൽക്ക് എന്നീ പ്രൈസുകളിൽ ജൂലൈ മാസത്തിൽ പ്രൈസ് റൈസ് രേഖപ്പെടുത്തി. എന്നാൽ പ്രധാനപ്പെട്ട പഴവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളടക്കമുള്ള പച്ചക്കറികളിലൊക്കെ തന്നെ വിലയിടിവുകളാണ് സംഭവിച്ചത്. നല്ല മൺസൂണും കൃത്യമായിട്ടുള്ള വിളവെടുപ്പുമാണ് ഇതിന് കാരണമായിട്ടാണ് വിലയിരുത്തുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആദ്യമായിട്ട് വളരെ കാലത്തിന് ശേഷം 5 വർഷത്തിന് ശേഷം എന്ന് പറയാം നമുക്ക് 3.5%ലേക്ക് വന്നിരിക്കുന്നു. അതും RBI എസ്റ്റിമേറ്റ് ചെയ്ത ടാർഗറ്റിനേക്കാൾ താഴെ എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് എടുക്കാനുള്ള സാധ്യതയാണ് ഇന്ന് മാർക്കറ്റിൽ കാണുന്നത്. അത് ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് സ്വാധീനിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതേസമയം ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയം വരെ ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്നും പ്രധാനപ്പെട്ട വാർത്തകളൊന്നും തന്നെ ഇസ്രായേലോ ഹമാസോ ഇറാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടില്ല. പക്ഷേ ചില മാധ്യമങ്ങൾ, ഇൻ്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്
ഇസ്രായേൽ അവരുടെ ആർമിയോട് ഹൈ അലേർട്ട് മോഡിലിരിക്കാൻ പറയുന്നു. അമേരിക്ക ഗൾഫിന് അഭിമുഖമായിട്ട് ചില സേനാ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇത് കുറച്ച് വേഴ്സ് ആവുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് മാത്രമല്ല, ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് യു എസ് മാർക്കറ്റിൽ ക്രൂഡിൻ്റെ വിലയിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട്. ക്രൂഡ് യു എസ് ഡോളറിൽ 3.5% വർധനവ് വന്നിട്ടുണ്ട്. അതായത് $79 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡിൻ്റെ വിലയിലും 2.86% വർധനവുണ്ടായിട്ടുണ്ട്. $81.94 ഇപ്പോൾ ബ്രന്റ് ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പല രാജ്യങ്ങളും അവരുടെ ചേരികളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ചൈന സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. ഇനിയിപ്പം US എവിടെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ആ ഒരു ചേരി തിരിഞ്ഞുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇത് പോകുമോ എന്നുള്ള ഭയം സ്വാഭാവികമായിട്ടും മാർക്കറ്റിനുണ്ട്. അതാണ് അവസാന മണിക്കൂറിൽ കണ്ട പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയായിട്ട് കാണുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇതുവരെ ഏകദേശം 26 പോയിൻ്റ് നേട്ടത്തോടു കൂടിയാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ US നാസ്ഡാക്ക് ഒരു മ്യൂട്ടഡ് പോസിറ്റീവ് എന്ന് പറയാം. എന്നാലും സെൻറ്റിമെൻറ്റ്സ് അത്രമാത്രം കാര്യങ്ങളായിട്ടില്ല. പ്രധാനപ്പെട്ട കീ എക്കണോമിക് ഡാറ്റാസ് ഇന്നും നാളെയുമായിട്ട് US വരാനുണ്ട്. അത് കൂടി കൺസിഡർ എടുത്തുകൊണ്ടായിരിക്കാം US മാർക്കറ്റിൻ്റെ റിയാക്ഷൻ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകാം. അപ്പം അതിനു മുന്നേ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 24,450 to 24,500 ഇന്ത്യൻ മാർക്കറ്റ് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഹഡിൽ എന്ന് പറയുന്നത്. അതേസമയം നാളെ ഇത് വെൽ എബവ് ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു 100-130 പോയിൻ്റെങ്കിലും റാലിക്കുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതേസമയം ഡൗൺ സൈഡിൽ ശക്തമായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ ലോ ആയിട്ടുള്ള ഏകദേശം 24,200-250 റേഞ്ചാണ്. ഇന്നൊരവസരത്തിൽ നിഫ്റ്റി 24,200 അടുപ്പിച്ച് വരികയും പിന്നീട് പ്രോഫിറ്റ് കൃത്യമായിട്ടുള്ള മുകളിലേക്ക് പോകുകയാണ് ഉണ്ടായത്. അതേസമയം 24,475 നിലവാരങ്ങളിൽ പ്രോഫിറ്റ് ബുക്കിങ്ങും നിഫ്റ്റിയിൽ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ 24,200 ഡൗൺ സൈഡിലും 24,450 to 500 അപ്പർ സൈഡിലുമായിട്ടുള്ളൊരു ബ്രാൻഡാണ് നിഫ്റ്റിക്കുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ലെവലുകൾ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് പുതിയ അവസരങ്ങൾക്കായിട്ട് നിഫ്റ്റി വഴി തുറക്കുക. ഇതാണ് ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്ന് വന്നിരിക്കുന്ന സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും സ്റ്റോക്ക് ഐഡിയാസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുവഴി ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസും റിസർച്ച് ഗൈഡൻസും ഞങ്ങളുടെ സ്റ്റോക്ക് സജഷൻസും സ്റ്റോക്ക് ഐഡിയാസും ഒക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് നോക്കാം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഡാറ്റ വന്നിരിക്കുന്നത് ഇൻകം ടാക്സിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇൻകം ടാക്സ് കളക്ഷനിൽ 22% വർധനവാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ LICയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത, LICയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിൽ പുതിയ പോളിസികളുടെ പ്രീമിയം പേയ്മെൻറ്റിൽ വളരെയേറെ മുന്നേറ്റം വന്നിരിക്കുന്നു. 14.19% വർധനവാണ് പുതിയ പോളിസികളിലുള്ള പ്രീമിയത്തിൻ്റെ നിലയിൽ വന്നിരിക്കുന്നത്. അതായത് 31,823 കോടി രൂപ ആണ് ഇതിനു വേണ്ടി വകയിരുത്തിയിരുന്നത്. അതുപോലെ ഭാരതി എയർടെലിൻ്റെ മറ്റൊരു കമ്പനിയായിട്ടുള്ള ഭാരതി, അവർ UK-യിലെ യുണൈറ്റഡ് കിങ്ഡംസിലെ ടെലികോം കമ്പനിയായിട്ടുള്ള BT ഗ്രൂപ്പിൽ ഏകദേശം 4,400 കോടി രൂപയുടെ ഓഹരി പങ്കാളിത്തം ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ 24.5% സ്റ്റേക്കാണ് ഈ ഒരു എമൗണ്ടിന് കിട്ടുക. അതോടുകൂടി ഏറ്റവും വലിയ ഷെയർ ഹോൾഡറായിട്ട്, അതായത് ബ്രിട്ടനിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടെലികോം കമ്പനിയുടെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡറായിട്ട് ഒരു ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള ഭാരതി എയർടെൽ വരുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ ഇന്നലെ റിസൾട്ട് പ്രഖ്യാപിച്ച കമ്പനികളിൽ ഒരു നല്ല റിസൾട്ടായിട്ട് കണ്ടത് ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 113 കോടി രൂപയുടെ പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയത്. ഇതേസമയം കഴിഞ്ഞ വർഷം 47 കോടി രൂപ മാത്രമാണ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. അതാണിപ്പോൾ 113 കോടി രൂപയായിട്ട് മാറിയിരിക്കുന്നത്. റവന്യൂ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 33% വർധനവാണ്. 371 കോടി രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 493 കോടി രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിറ്റ നോക്കിയാലും 83 നിന്ന് 188 ഉയർന്നിരിക്കുന്നു. മാർജിൻ നോക്കിയാൽ 22.4% നിന്നും 38.2% മാർജിൻ ഓഫ് ദ ബിസിനസ് കൂടിയിട്ടുണ്ട്. സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ റിസൾട്ടായിട്ടാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ തോന്നുന്നത്. നമുക്ക് ഹിന്ദുസ്ഥാൻ കോപ്പറിൽ ഓൾറെഡി കവറേജ് ഉള്ളതാണ്. 280, 275, 280 റേഞ്ചിൽ നമുക്ക് സ്വിങ്ങിൽ കവറേജ് ഉള്ളൊരു സ്റ്റോക്ക് കൂടിയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ടാർഗറ്റ്, നമ്മുടെ ഒന്നാമത്തെ ടാർഗറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 340, 350 എന്നുള്ളതാണ്. ഞാൻ കൃത്യമായിട്ടുള്ള റിസർച്ച് നോട്ട്സും സ്വിങ്ങിൻ്റെ മെമ്പേഴ്സിനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് ടൈം ടെക്നോപ്ലാസ്റ്റിൻ്റെ റിസൾട്ടും കൂടിയാണ്.
അവിടെയും റവന്യൂ 1079 നിന്നും 1230 ഉയർത്തിയിരിക്കുന്നു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 57 കോടി രൂപയിൽ നിന്നും 80 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ 2 രൂപ 48 രൂപയ്ക്ക് പകരം 3 രൂപ 49 പൈസയായിട്ട് ഉയർന്നിരിക്കുന്നു. സോ ടൈം ടെക്നോപ്ലാസ്റ്റിൻ്റെ റിസൾട്ട് കൂടി വളരെ പോസിറ്റീവാണ്. നമ്മുടെ മെമ്പേഴ്സ് ഓർമ്മിക്കുക, ഇതും നമുക്ക് കവറേജ് ഉള്ള സ്റ്റോക്കുകൾ കൂടിയാണ്. സോ മാർക്കറ്റിൽ 24,500 ഒരു മേജർ ഹഡിലായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ട്. അതുപോലെ തന്നെ 24,200 ഡൗൺ സൈഡിലും റിസ്ക് ആയിട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ചും പ്രശ്നങ്ങളൊന്നുമില്ല ഗ്ലോബൽ ഫ്രണ്ടിൽ നിന്നെങ്കിൽ മാർക്കറ്റിൽ റിക്കവറിക്കുള്ള സാധ്യതകൾ കാണുന്നു. അതേസമയം ഇൻ്റർനാഷണൽ ടെൻഷൻ എത്രമാത്രം ലോങ് ലാസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് കൂടും. പ്രത്യേകിച്ചും ക്രൂഡിൻ്റെ വിലയിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകും. ഇറാനും കൂടി ഇൻവോൾവ് ആവുന്ന രീതി എന്ന നിലയിൽ ക്രൂഡിൻ്റെ വിലയിൽ കൂടാൻ സാധ്യതയുണ്ട്. സോ ഇതുമൊക്കെ തന്നെ നമ്മളൊരു ഇൻവെസ്റ്റർ കാണേണ്ടതാണ്. നല്ലൊരു ട്രേഡിംഗ് ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. 24,450 ടു 25,000 അപ്പർ സൈഡിലും അതേസമയം 24,200 മുതൽ 24,250 വരെ ഡൗൺ സൈഡിലും ഉള്ള ഒരു ട്രജക്ടറിയാണ് നിഫ്റ്റിക്കുള്ളത്. കൃത്യമായിട്ടുള്ള ലോങ് പൊസിഷൻസുകൾ നമുക്ക് എടുക്കുക മാത്രം ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. താങ്ക് യു.